Good afternoon to all. Good Good afternoon. afternoon. Good afternoon, ma'am. Yeah, just okay. Good afternoon. നിങ്ങൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ. Hello. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. I can't hear you. Just wait a second. ചെക്ക് ചെയ്യട്ടോ. നിങ്ങൾ സൗണ്ട് കേൾക്കുന്നില്ല. ഇവിടെ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ. വോയിസ് കേൾക്കുന്നില്ല. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, എന്തെങ്കിലും ഒന്ന് പറയാവോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. കേൾക്കുന്നുണ്ടോ മാം? മാം കേൾക്കുന്നുണ്ടോ?
ഫർസാന, ക്ലാസ് തുടങ്ങിയടാ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. മാം പോയോ? എടാ ക്ലാസ് തുടങ്ങിയിട്ടില്ല. മിസ്സിന് എന്തോ ഒരു ഇൻകൺവീനിയൻസ്, എന്തോ ഇത് നമ്മുടെ വോയിസ് കേൾക്കുന്നില്ല. നമ്മൾ മിസ് പോയേക്കണതാ. വരുമായിരിക്കും. വരുവോ? ഉറപ്പാണോ? ഐ ഡോണ്ട് നോ, വരുമായിരിക്കാം. മേ ബി. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. കറക്റ്റ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഹലോ ഹലോ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് സംസാരിക്കാവോ? കേൾക്കുന്നുണ്ടോ? മാം ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മാം പറയുന്നത് കേൾക്കുന്നുണ്ട്. ഓ, ഒന്നുകൂടെ സംസാരിക്കോ? അഡ്മിറ്റ് ചെയ്യാവോ? മാം പറയുന്നത് കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണ്. മാം പറയുന്നത് കേൾക്കുന്നുണ്ട് മാം. ക്ലിയർ ആണ് മാം. മാം പറയുന്നത് കേൾക്കാം, ക്ലിയർ ആണ്. ഹലോ, മാം പറയുന്നത് കേൾക്കാം, ക്ലിയർ ആവുന്നുണ്ട്.
Okay. Yes, ma'am. Okay, start ചെയ്യാട്ടോ. Just wait a second. Okay, sorry for the inconvenience. നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂസ് വന്നുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയി. ഓക്കെ, സോ നിങ്ങൾ വെയിറ്റ് ചെയ്തു. താങ്ക് യു ഫോർ ദാറ്റ്. ക്ലിയർ ആണല്ലോ? എന്റെ വോയിസ് ക്ലിയർ അല്ലേ? നിങ്ങൾ സംസാരിച്ച് Yes, ma'am. ഓക്കെ, ക്ലിയർ ക്ലിയർ ക്ലിയർ. യെസ്, ഓക്കെ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷത്തെ കാണാം. നമുക്ക് സ്പീഡിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് എന്റെ പോർഷൻ സ്പീഡിൽ പോകേണ്ട ഒരു ആവശ്യവും ഇല്ല. കാരണം എന്റെ മോഡ്യൂൾ 1 കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ലോവിൽ പോവാം. ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പോർഷൻസ് എല്ലാം മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. പോർഷൻസ് ഒക്കെ നോക്കിയോ? ടെക്സ്റ്റ് കിട്ടിയോ നിങ്ങൾക്ക്? ടെക്സ്റ്റ് കിട്ടി. ഓക്കെ, അപ്പോ വായിച്ചൊക്കെ നോക്കിയായിരുന്നോ? യെസ്, വായിച്ചു നോക്കി. ഡൗട്ട്സ് ഒന്നുമില്ല? കിട്ടിയിട്ടില്ല? ഓക്കെ ഓക്കെ, കിട്ടില്ല. ഓക്കെ, അപ്പോ നമ്മൾ ഇനി നെക്സ്റ്റ് മോഡ്യൂൾ 2 ചാപ്റ്റർ 7 ആണ് കേട്ടോ. ഡയറക്ടറി സർവീസ് ആണ്. ഓക്കെ, ഡയറക്ടറി സർവീസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. ഓക്കെ, മോഡ്യൂൾ 2 യൂണിറ്റ് 7 ചാപ്റ്റർ 7. ഓക്കെ, ക്ലിയർ ആണ്? ക്ലാസ് ഒക്കെ ഓക്കെ അല്ലേ? ഐ തിങ്ക് എന്റെ ക്ലാസ് ഒക്കെ ഓക്കെ ആണോ? ക്ലിയർ ആണ്? മനസ്സിലാവുന്നുണ്ട്? സ്പീഡ് കൂടുന്നുണ്ടോ? എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷനോ ഒപ്പീനിയൻസോ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ. കാരണം നമുക്ക് നിങ്ങളാണ്, സ്റ്റുഡൻസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ അവര് പറയുന്ന പോലെയാണ് കുറച്ചുകൂടെ നമ്മൾ ക്ലിയർ ആക്കണോ, അല്ലെങ്കിൽ കുറച്ച് സ്ലോ ചെയ്യണോ, അല്ലെങ്കിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണോ, നിങ്ങൾ പറയുന്ന പോലെയാണ് നമ്മൾ ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പോ ചാപ്റ്ററിലൊക്കെ പോവാണ് കേട്ടോ. നമുക്ക് പതുക്കെ പോയാൽ മതി. ഇത്ര സ്പീഡിലൊന്നും പോയിട്ട് കാര്യം ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ഡയറ്ററി സർവീസസ്. ഓക്കെ, ചാപ്റ്റർ 7 ഡയറ്ററി സർവീസസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. ആരും അൺമ്യൂട്ട് ചെയ്യരുത്. മ്യൂട്ട് ചെയ്യുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ഡൗട്ട്സ് ചോദിക്കുക. അതിന് ശേഷം തന്നെ അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. Hospital dietary services is a service that meets the needs of patients coming from outside. Patient given nutrition recommendations and the food counseling based on their needs while taking their disease, kind and nature into consideration. It's the most significant hospital supportive service assisting in the restoration of health through diets created using science. Educating the patients who are receiving treatment at the hospital regarding use and benefits of various foods and healthy diets. A nutritious diet is one that promotes or maintains good health. അതായത് നമ്മുടെ ചാപ്റ്റർ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഡയറ്റ് അല്ലെ.
ഒരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും അല്ലെ, പല ടൈപ്സ് ഓഫ് എന്താണ് ഇൽനസ് അവർക്ക് ഉണ്ടാകാൻ സാധിച്ചത്. ഉണ്ടാകാനല്ല, അങ്ങനെ അസുഖങ്ങൾ വന്നതുകൊണ്ടാണ് അവർ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയിരുന്നത് അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. സോ നമുക്ക് മരുന്നുകൾ കൊണ്ട് മാത്രം അസുഖങ്ങൾ മാറ്റാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കി. ഒരിക്കലില്ല അല്ലെ. നമ്മള് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം അല്ലെ അധികം മരുന്നുകളുടെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും. അസുഖങ്ങൾ എന്നല്ല, നമ്മുടെ ഹെൽത്ത് കുറച്ചുകൂടെ എന്താണ് ഹെൽത്തി അല്ലെ, ഹെൽത്തി വേ ഫോളോ ചെയ്യാനും പറ്റും. നമ്മുടെ ബോഡി ആണെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ ഡയറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ് അല്ലെ. ശരിയല്ലേ, നമ്മുടെ ഹ്യൂമൻ ബീങ്സ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വലിച്ചുപോയി തിരുന്നത് ഏറ്റവും ബെറ്റർ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുക, ഡയറ്റ് ഫോക്കസ് ചെയ്യും അല്ലെ. നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എന്താണോ അല്ലെ, എന്താണോ ആ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ അതിനെ കുറിച്ചൊക്കെ തന്നെയാണ് ഈ ചാപ്റ്റർ പറയുന്നത് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിന്, ഇൻപേഷ്യന്റ് മീൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോ ജസ്റ്റ് വന്ന് മീറ്റ് ചെയ്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പോകുന്ന പേഷ്യൻസ് ഉണ്ട്. ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം അവിടെ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് ഉണ്ട് അല്ലെ. അതിനെ ഒരു ദിവസം മീറ്റ് ചെയ്ത് പോകുന്ന പേഷ്യൻസിനെ ഔട്ട് പേഷ്യൻസ് എന്നും, അഥവാ ഇനി കുറച്ചുകൂടെ ലോങ്ലി ഡേയ്സ് അവിടെ അഡ്മിറ്റ് ആകുന്ന അല്ലെങ്കിൽ ആയ പേഷ്യൻസിനെ നമ്മൾ ഇൻപേഷ്യന്റ് എന്നാണ് പറയാട്ടോ. അപ്പൊ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഇൻപേഷ്യന്റ് ആണ് അല്ലെ. ഇൻപേഷ്യന്റിന് അവരുടെ ഹെൽത്ത് എങ്ങനെയാണ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദ ഡിസീസ് കൈൻഡ്, അസുഖത്തിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ആ അസുഖത്തിന്റെ നേച്ചറിനെ ബേസ് ചെയ്തിട്ട് അവർ എന്തൊക്കെ തരത്തിലുള്ള ഫുഡ് കഴിക്കണം, അവർക്ക് ഏതൊക്കെ ന്യൂട്രീഷൻസ് റെക്കമെൻഡ് ചെയ്യണം, ഏതൊക്കെ രീതിയിലുള്ള ഫുഡ്സ് ആണ് അവർ റെക്കമെൻഡ് ചെയ്യേണ്ടത്, പ്രോട്ടീൻസോ അല്ലെങ്കിൽ മിനറൽസോ എന്തൊക്കെയാണ്, ഏത് ടൈപ്പ് ഓഫ് ഡയറ്റ്സ് ആണ് അവർ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ അവരെ കൗൺസിലിംഗ് ചെയ്യുന്നതും അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് എന്ത്, ഈ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലാണ് അല്ലെ. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ ന്യൂട്രീഷൻസും അല്ലെങ്കിൽ അവർക്ക് ഏതൊക്കെ ഫുഡ്സ് ആണ് റെക്കമെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഏത് ഡയറ്റ് ആണ് അവർ ഫോളോ ചെയ്യേണ്ടത് എന്ന് അവരുടെ രോഗത്തെ ആ ഡിസീസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ രോഗത്തിന്റെ നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് അവർ അതിനെക്കുറിച്ച് ഒരു ചാർട്ട് റെഡിയാക്കുക. അങ്ങനെ ഒരു സർവീസ് ആണ് എന്താ ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ കൂടുതലും ആ ഒരു പാരഗ്രാഫ് പറയുന്നത് ആ ഒരു ഡയറ്റിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ, ആ ഒരു സർവീസിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. സെയിം തന്നെയാണ്, കുറച്ചൊരു വേറെ ഇതിലൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രം കേട്ടോ. ആകെ ഒരു മോറൽ എത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. Then it's the most significant hospital supporting service assisting in the restoration of health through diet created using science. അതായത് ഈ പറയുന്ന ഒരു റെസ്റ്റോറേഷൻ മീൻസ് പുനഃസ്ഥാപിക്കുക എന്നാണ്. നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്ത് ത്രൂ ആണ് അത് ചെയ്യേണ്ടത്, ഡയറ്റ് ത്രൂ ആണ്. നമുക്ക് നല്ലൊരു ഹെൽത്ത് വേണം. നമുക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാ അസുഖങ്ങളാണെങ്കിലും നമുക്ക് ഒരു തരത്തിലുള്ള രോഗങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ശരീരത്തിൽ ബാധിക്കില്ല. സോ ആ ഒരു ഡയറ്റ് അല്ലെ, ആ ഡയറ്റ് സർവീസ് സപ്പോർട്ട് ചെയ്യാൻ ഉള്ള ഒരു ചില ഹോസ്പിറ്റൽസിൽ മാത്രം, എല്ലാ ഹോസ്പിറ്റലിലും ഇത് അവൈലബിൾ ആണെന്ന് വെച്ചാൽ ചില കുറച്ചുകൂടെ സിഗ്നിഫിക്കന്റ് ആയ കുറച്ച് ഹോസ്പിറ്റൽസ് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. Then educating the patients who are receiving treatment at the hospital regarding use and benefits of various food and healthy diets. പേഷ്യൻസിന്റെ അവരുടെ ആ കണ്ടീഷൻ ആദ്യം തന്നെ പഠിക്കുക അല്ലെ. പേഷ്യൻസ് നന്നായിട്ട് പഠിക്കുക, ഏത് തരത്തിലുള്ള ഡയറ്റ് ആണ്, ഏത് തരത്തിലുള്ള ഫുഡാണ് അവർക്ക്, എന്ത് ന്യൂട്രീഷ്യസ് ഉള്ള അല്ലെങ്കിൽ ചിലപ്പോൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണോ, അല്ലെങ്കിൽ ഏത് തരത്തിൽ എന്ത് രോഗമാണോ അവർക്കുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡയറ്റ് കൊടുക്കുക അല്ലെ. സോ അതാണ് അവർ ചെയ്യേണ്ടത്. സോ ആദ്യം പേഷ്യൻസ് നന്നായിട്ട് പഠിക്കുക, അവരുടെ ഹെൽത്ത് പ്രോബ്ലംസ് എന്താണ്, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്, സോ അവർക്ക് ഏതൊക്കെ ഡയറ്റ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ഈ പറയുന്ന സർവീസ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കണ്ടെയ്ൻസ് ബ്രാക്കറ്റിലുള്ള നോക്കാം, കണ്ടെയ്ൻസ് adequate amount of all the necessary nutrients required for healthy growth and activity. ഒരു മനുഷ്യന് വേണ്ട, ആസ് എ പേഴ്സൺ വേണ്ട ഒരു ഹെൽത്തി ഗ്രോത്തിനും അതുപോലെ ആക്ടിവിറ്റി ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെ. നമ്മുടെ ഹെൽത്ത് ഓഫ് ചെയ്യാൻ നമുക്ക് പലതരത്തിലുള്ള ആക്ടിവിറ്റീസിനും നമുക്ക് ചെയ്യാൻ പറ്റും. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നമ്മുടെ ബോഡിക്ക് ഉണ്ടാവില്ല അല്ലെ. സോ അവർക്ക് ആവശ്യത്തിനുള്ള അഡിക്റ്റഡ് ആയ, അവർക്ക് ആ ബോഡിക്ക് ആവശ്യമായ എന്താണ് ന്യൂട്രിയൻസ് അല്ലെ കൊടുക്കുക എന്നുള്ളതാണ് ഡയറ്റ്സ് എന്നതിനെ കുറിച്ച് നമ്മൾ ആ ഡയറ്റ് എന്ന് പറയുന്ന ആ ഒരു
പർട്ടിക്കുലർ അല്ലെ ആ ഒരു വേർഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് കേട്ടോ. സോ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡയറ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാൻ നമുക്ക് ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസിനെ പ്രൊവൈഡ് ചെയ്യും. അതാണ് ഡയറ്റ് എന്ന് പറയുന്നത്. A nutritious diet is one that promotes or maintains good health. ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനെയും ഗുഡ് ഹെൽത്തിനെയും അത് പ്രൊമോട്ട് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത് പറയുന്നത് ന്യൂട്രീഷ്യസ് ഡയറ്റ് കേട്ടോ. അപ്പോ എത്രത്തോളം നമുക്ക് ഡയറ്റ് ആവശ്യമാണ്? നമ്മൾ എല്ലാവരും ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണോ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എല്ലാവരും ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്? ഒരിക്കലും ഇല്ല അല്ലെ. നമുക്കൊരു പ്രോപ്പർ ഡയറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. കാരണം നമുക്ക് ബോഡിക്ക് ആവശ്യമായ എല്ലാ പ്രോട്ടീൻസും എന്താണെങ്കിലും ന്യൂട്രീഷ്യസ് ആണെങ്കിലും പ്രോട്ടീൻസ് ആണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ കൊടുക്കണം. ഒരു പ്രായം വരെയും നമ്മുടെ ബോഡി ഓക്കെയാണ്, നമ്മുടെ ബോഡിയിൽ എല്ലാം ഉണ്ടാവും. പക്ഷേ ഐ തിങ്ക് 30 നമ്മുടെ 30 വരെ നമുക്ക് എങ്ങനെയും പിടിച്ചു നിൽക്കാം. പക്ഷെ 30 കഴിഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ? നിങ്ങളുടെ ബോഡി നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം നമുക്ക് എല്ലാ പ്രോട്ടീൻസ് ആണെങ്കിലും ന്യൂട്രീഷൻ ആണെങ്കിലും ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ 30കൾ. 30കളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു നമ്മുടെ വാർദ്ധക്യമാകുമ്പോഴേക്കും നമുക്ക് ഒരുവിധം അസുഖങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അമ്മമാരൊക്കെ ശ്രദ്ധിച്ചു നോക്കി, അവർക്ക് ഇപ്പോഴേക്കും അവരല്ലേ ഒരു 50 വയസ്സ്, ശരിക്കും പറയുന്നത് 30 വയസ്സിലേ തുടങ്ങുന്ന പറയുന്നത് ഒരു അസുഖം സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 30 വയസ്സാണ്. ഓക്കെ, 30s ആണ്. 30s തന്നെ ഓരോന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു 50-55 ആവുമ്പോഴേക്കും വയ്യാതെ കാലുവേദന, മുട്ടുവേദന, അല്ലാത്ത ഡയബറ്റിക്, അയാത്തക്ക എല്ലാ അസുഖങ്ങളും ഉണ്ടാവും. കൊളസ്ട്രോള് അല്ലെ, പിന്നെ കാർഡിയാക്ക്, എന്ത് തരത്തിലുള്ള അസുഖങ്ങളാണെങ്കിലും 30 സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം 30 നമുക്ക് നമ്മള് ജീവിക്കാനുള്ള ഓട്ടമായിരിക്കും അല്ലെ, ജോലിക്ക് പോകുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു. സോ അതിനിടയിലൊന്നും നമുക്ക് നമ്മുടെ ബോഡി ശ്രദ്ധിക്കാനോ ഒന്നും പറ്റാറില്ല പൊതുവെ. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ഡയറ്റ് ഒരു 30 വയസ്സ് മുതൽ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റും. ഓക്കെ, നമുക്ക് ഒരു ബോഡിക്ക് ആവശ്യമായ പ്രോട്ടീൻസ് ഉണ്ട്. എത്ര പെർസെന്റ് പ്രോട്ടീൻ ആവശ്യമാണ്, എത്ര വൈറ്റമിൻസ് ആവശ്യമാണ്, മിനറൽസ് ആവശ്യമാണ്, ഫൈബർ ആവശ്യമാണ്. സോ ഇതെല്ലാം നമുക്ക് കറക്റ്റ്ലി നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ എല്ലാ അസുഖങ്ങളെയും നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, വയസ്സാകുമ്പോൾ നമുക്ക് മരുന്ന് മാത്രമാണ് നടക്കേണ്ട ആവശ്യം വരില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ പണ്ടത്തെ അമ്മമാര് കണ്ടിട്ടുണ്ട്. അവര് ഇപ്പോഴത്തെ പോലെയാണ് ഫുഡ് അന്ന് കഴിക്കുന്നത് അല്ലെ. പണ്ടത്തെ കാലത്ത് നല്ല ഫുഡാണ്. അവർക്ക് അറിയാം എന്തൊക്കെ ഫുഡ് കഴിക്കണം. നമ്മളിപ്പോ മെയിൻലി നമ്മളിപ്പോ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൂടുതൽ നമ്മൾ കഴിക്കുന്നത്. അതെന്താണ്? ഫാറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അതിനനുസരിച്ച് എക്സസൈസ് ചെയ്യുന്നില്ല. സോ അതെല്ലാം നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ആയിട്ട് വരും. അങ്ങനെ ഫാറ്റ് ആയിട്ട് വരുമ്പോൾ അതൊക്കെ കൊളസ്ട്രോൾ ആകുന്നു, അത് ബേൺ ചെയ്യാനില്ല. ഓക്കെ, അതുകൊണ്ട് പണ്ട് അങ്ങനെയായിരുന്നില്ല. അവർ കാർബ്സ് കഴിച്ചാലും അവര് അതിനനുസരിച്ച് എക്സസൈസ് മീൻസ് അവർ പണിയെടുക്കുകയാണ്. പക്ഷെ ഇന്നങ്ങനെയാണ്, പണിയെടുക്കുന്നില്ല. ഒബിസിറ്റി ഉണ്ടല്ലോ, അവർക്ക് ഒബിസിറ്റി ഉണ്ടല്ലോ അല്ലെ. വണ്ണമുള്ളവരാണ് മിക്കൊരു ഫൈബർ ഉണ്ടാവില്ല, അവരെ കോൺസ്റ്റിപ്പേഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗട്ട് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകില്ല. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ബോഡി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വരെ ശരിക്കും പറയുകയാണെങ്കിൽ ഏജ് വരെയും തോന്നിക്കില്ല എന്നാ പറയുന്നത് അല്ലെ. സോ മാക്സിമം നമ്മൾ കുറച്ചുകൂടെ നമ്മളെല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആകാൻ നോക്കുക. കാരണം നമ്മുടെ ചുറ്റുപാടിലും ബേക്കറീസ് കൂടി വരെയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഹോസ്പിറ്റൽസ് കൂടി വരെയാണ്. കാരണം എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡാണ് അല്ലെ. സോ നന്നായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക. നമ്മുടെ ചാപ്റ്ററിൽ പറയുന്ന പേഷ്യൻസിന്റെ ഡയറ്റ് ആണെങ്കിലും ഞാൻ ഇപ്പോ പറഞ്ഞത് നിങ്ങളുടെ ഡയറ്റ് ഫോളോ ചെയ്യാൻ ഒരു ഡയറ്റ് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. സ്വാഭാവിക അസുഖങ്ങൾ വരാതിരിക്കും. പേഷ്യൻസിന് ഡയറ്റ് കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഡയറ്റ് എന്താണെന്ന് പേഷ്യൻസിന് ഏതായാലും ഡയറ്റ് ആണ് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. സോ ഈ ഒബ്ജക്റ്റീവ്സ് നോക്കാട്ടോ. To provide nutritious, delicious and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all the patients. അതായത് പ്രൊവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ഉയർന്ന നിലവാരമുള്ള അല്ലെങ്കിൽ കുറച്ച് ഹെൽത്തി ആകാം. ഹെൽത്തിനൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിലനിർത്തുക. റിട്ടൈനിങ് മീൻസ് നിലനിർത്തുക എന്നാണ് കേട്ടോ. മീനിങ് ആണ് നിലനിർത്തുക. സോ എല്ലാ രോഗികൾക്കും ഇപ്പോ
പോഷക സമൃദ്ധമായ ന്യൂട്രീഷ്യസ് ആയ ഡെലീഷ്യസ് ആയ രുചികരമായ ഹെൽത്തി ആയ ഭക്ഷണം നൽകുന്നതിനും ഉൽപാദന വിതരണത്തിൽ ശുചിത്വമാക്കുന്നതിനും ഉറപ്പുവരുത്തുക അല്ലെ. ഒബ്ജക്റ്റീവ് എന്താണ്? ലക്ഷ്യങ്ങളാണ് കേട്ടോ. ഈ ഡയറ്ററി സർവീസിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന ഫുഡ് ന്യൂട്രീഷ്യസ് ആയിരിക്കണം, അതുപോലെ തന്നെ ഡെലീഷ്യസ് ആയിരിക്കണം, ടേസ്റ്റി ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, ഹൈജീൻ ആയിരിക്കണം. സോ ഇതെല്ലാവരും ഉറപ്പുവരുത്തേണ്ടത് ഈ പറയുന്ന ഡയറ്ററി സർവീസിന്റെ ഒരു വൺ ഓഫ് ദ എയിം ആണ് കേട്ടോ, എയിംസ് ആണ്. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാൻ. അതായത് ഇവാലുവേറ്റ് ചെയ്യുക ആൻഡ് ഡയറ്റ് പ്ലാൻ ചെയ്യുക. അപ്പൊ ആസൂത്രണം ചെയ്യാം അല്ലെ, ഡയറ്റിനെ കുറിച്ച് ആസൂത്രണം ചെയ്യുക. അതുപോലെ ഇവാലുവേറ്റ് ചെയ്യുക മീൻസ് ഇവാലുവേഷൻ എന്താ, വിലയിരുത്തുക. ഓക്കെ. ആൻഡ് കാൽക്കുലേറ്റിംഗ് കാലറീസ് നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. അതായത് കാൽക്കുലേറ്റ് ചെയ്യുക, നമുക്ക് എത്രത്തോളം കാലറീസ് ആണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ വേണ്ടത് എന്നുള്ള കാൽക്കുലേഷനും അതുപോലെ തന്നെ ഈ പറയുന്ന ന്യൂട്രീഷ്യൻസ് പോഷകാഹാര പരിചരണ ആസൂത്രണങ്ങളും ചെയ്യുക അല്ലെ. ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ് മീൻസ് പോഷകാഹാര ആസൂത്രണം, പരിചരണ ആസൂത്രണം എന്നാണ് പറയുന്നത്. സോ അതുപോലെ എല്ലാം പ്ലാൻ ചെയ്യേണ്ടതും ഈ പറയുന്ന സർവീസിന്റെ ഒരു വൺ ഓഫ് ദ എയിംസ് ആണ്. ആൻഡ് പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. അതായത് രോഗികൾക്ക് വ്യക്തിപരമായ ഓരോ പേഷ്യൻസിനെയും അസിസ്റ്റ് ചെയ്യുക അല്ലെ. ഓരോ പേഷ്യൻസിനെയും വ്യക്തിപരമായിട്ട് അസിസ്റ്റ് ചെയ്യേണ്ട ഒരു കടമയും കൂടെ ഈ പറയുന്ന ഈ സർവീസിനുണ്ട്. അതായത് ഓരോ പേഷ്യൻസിനും ഓരോ തരത്തിലുള്ള ഡയറ്റ് ആയിരിക്കും. അല്ലാതെ എല്ലാ പേഷ്യൻസിനും ഒരുപോലെ ഡയറ്റ് ആയിരിക്കും ഒരിക്കലും അല്ലെ. ഓരോ പേഷ്യൻസിന്റെയും രോഗങ്ങളെ കുറിച്ച് അവർ പഠിച്ചിട്ട് അവർക്ക് ഏതൊക്കെ ഡയറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്ന രീതി എല്ലാം എല്ലാം മാനേജ് ചെയ്യേണ്ടത് ഈ പറയുന്ന സർവീസ് ആണ്. സോ പേഴ്സണലൈസ്ഡ് സർവീസ് ആണ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് ആണ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നത് പറയുന്ന അവരുടെ ഒരു വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. ആൻഡ് OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ്. ഇപ്പൊ OP മീൻസ് എന്താണ്? ഔട്ട് പേഷ്യന്റ് ആൻഡ് IP ഇൻ പേഷ്യന്റ് ആണ്. അതായത് ഔട്ട് പേഷ്യന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ജസ്റ്റ് വന്ന് കൺസൾട്ട് ചെയ്ത് അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഒരു എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്ന് വാങ്ങിച്ചിട്ട് പോകുന്നു. ഔട്ട് പേഷ്യന്റ്. ആൻഡ് നമ്മൾ കൺസൾട്ട് ചെയ്ത് നമ്മുടെ രോഗങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒരു ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് അവിടെ അഡ്മിറ്റഡ് ആയിരിക്കും, ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് ഈ പറയുന്ന ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. സോ രണ്ടുപേരുടെയും ഡയറ്റ് കൗൺസിലിംഗ് ചെയ്യേണ്ടത് ഈ പറയുന്ന ഡയറ്ററി സർവീസ് ആണ് കേട്ടോ. ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. അതായത് ഡയറ്ററ്റിക്സിലെ ഐറ്റംസിന്റെ അല്ലെങ്കിൽ പരിശീലനം, ആ ട്രെയിനിങ് കൊടുക്കേണ്ടത് അതായത് ഓരോ ഡയറ്റീഷ്യൻസും ഡയറ്ററ്റിക്സ് മീൻസ് ആ ഡയറ്റിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് അല്ലെ. സോ അതിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ്ങും ഐറ്റംസിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങും എല്ലാം കൊടുക്കേണ്ടത് പറയുന്ന സർവീസ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഒരു പേഷ്യൻസിന്റെ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ, ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഈ പറയുന്ന ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അങ്ങനെ മനസ്സിലാക്കി വെക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. Okay, then dietitians are health professionals ideally skilled in implementing and altering good routines of an individual or populations. Dietitians എന്താണ് ചെയ്യുന്നത്? അവരുടെ ഹെൽത്ത് പ്രൊഫഷണൽ ആണ്, അറിയാലോ. അവരുടെ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. അപ്പൊ അവർക്ക് ആ ഒരു ഇൻഡിവിജ്വൽസിന്റെയും അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷന്റെയും നമുക്ക് ഒരു റൊട്ടീൻസ് അല്ലെ, നമുക്ക് ഒരു ഗുഡ് റൊട്ടീൻസ് ഫോളോ ചെയ്യാൻ, എന്തെങ്കിലും റൊട്ടീൻസ് മാറ്റേണ്ടതായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ത് ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. ആൾട്ടറിംഗ് മീൻസ് മാറ്റൽ എന്നാണ് കേട്ടോ. ഗുഡ് റൊട്ടീൻസിനെ മാറ്റുക അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റൊട്ടീൻസ് പ്രൊവൈഡ് ചെയ്യുക, അതെല്ലാം ചെയ്തത് ഈ പറയുന്ന ഡയറ്റീഷ്യൻസ് ആണ്. A dietitian is the one who manages the preparation of the therapeutic or other diets for individuals or groups of in hospital, institutions, other establishments, and for workers in particular sectors, instructs in selection and the proper preparation for food as per dietetic principles, discharges duties connected with the nutrition programs, and may be liable for food purchasing on behalf of an organization or establishment. അതായത് ഒരു ഡയറ്റീഷ്യൻ എന്തൊക്കെയാണ് ചെയ്യുക അല്ലെ?
ഡൈറ്റീഷ്യൻ എന്ന് പറയുന്നത് അവരുടെ പ്രിപ്പറേഷൻസ് ഇപ്പോ തെറാപ്യൂട്ടിക് പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ ഒരു രോഗികളല്ലേ അവരുടെ ഇൻഡിവിജ്വൽസിനെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ്സിനെയോ ഹോസ്പിറ്റലിലുള്ള ഇൻഡിവിജ്വൽസ് ആണ്, മീൻസ് പേഷ്യൻസ് ആണ് കേട്ടോ. പേഷ്യൻസിന്റെയോ ഗ്രൂപ്പ്സിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പറയുന്ന വർക്കേഴ്സിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സെക്ടേഴ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ ഏതെങ്കിലും ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ആരുടെയും അവിടെ ഹെൽത്ത് എങ്ങനെയാണ് എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആണ് ഈ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അത് ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഏതെങ്കിലും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടേഴ്സ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണെങ്കിലും അവർക്ക് ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ഗ്രൂപ്പ്സിനോ അവരുടെ ഹെൽത്ത് ചെക്ക് ചെയ്തതിനു ശേഷം അവർ പ്രോപ്പർ ഒരു ഡയറ്റ് സെറ്റ് ചെയ്തെടുക്കുന്ന ഡയറ്റ് ചാർട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രൊഫഷണൽ ആണ് ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഡയറ്റീഷ്യൻ എന്തൊക്കെയാ ചെയ്യുക, ഫുഡ് അവർക്ക് എങ്ങനെയാണ് പ്രോപ്പർ പ്രിപ്പറേഷൻ, ഫുഡ് എങ്ങനെയാണ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതായത് ഇപ്പോ നമുക്ക് പല രീതിയിലും ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എഗ്, മുട്ട നമുക്ക് പല രീതിയിൽ നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്, പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലെ. ഓംലെറ്റ് അടിക്കാറുണ്ട്, പിന്നെ എന്താണ് ബോയിൽ ചെയ്യാറുണ്ട് അല്ലെ, പിന്നെ ബുൾസി അടിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് മുട്ട ചെയ്യാൻ പറ്റും. സ്ക്രാമ്പിൾ ചെയ്യാൻ പറ്റും, ബുൾസി ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് തരത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ മുട്ടയില് പോഷ ചെയ്യാൻ പറ്റും. പക്ഷെ മുട്ടയില് എന്തൊക്കെയാ ഉള്ളത് അല്ലേ, വൈറ്റമിൻസ് എന്താണെന്നറിയാലോ, ഓക്കെ, പ്രോട്ടീൻ ഉണ്ട്, ഓക്കെ. സോ ഇതെല്ലാം നഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെ അത് കുക്ക് ചെയ്യാൻ പറ്റും എന്ന് ആർക്കെങ്കിലും അറിയും, ആലോചിച്ച് നോക്കി. സോ നമ്മുടെ എല്ലാ ഫുഡും, നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും പ്രിപ്പയർ ചെയ്യേണ്ട ഓരോ രീതികളുണ്ട്, ഡിഫറെന്റ് വേസ് ആണ് അല്ലെ. അതിന്റെ പ്രോട്ടീൻസോ അല്ലെങ്കിൽ ഫൈബേഴ്സോ മിനറൽസോ വൈറ്റമിൻസോ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പാടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, സോ ഇതെല്ലാം പറഞ്ഞു തരാൻ ഈ പറയുന്ന ഡയറ്റീഷ്യൻ സാധിക്കും അല്ലെ. അപ്പൊ ഒരു ഫുഡ് കറക്റ്റ് സെൽഷ്യസിൽ ബോയിൽ ചെയ്യാം, ശരിയാണ്, ടൈമിംഗ് ഉണ്ട്, ആ ടൈമിൽ ബോയിൽ ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്, കുറച്ചുകൂടി ഹെൽത്തി ആണ്. അല്ലാതെ നല്ലോണം മുട്ട പൊരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു കാലറി കുറയുകയും ചെയ്യും, ഓഡിയൻസ് കുറയും, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെജീസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും കഴിക്കേണ്ട രീതികളുണ്ട് കേട്ടോ. സോ അതെല്ലാം മാക്സിമം അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഈ പറയുന്ന ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതും ഡയറ്റ് ചാർട്ട് എല്ലാം ചാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഡയറ്റീഷ്യൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. നോർമലി ഒരു അത്യാവശ്യം ജനറൽ നോളജും കൂടിയാണ് ഈ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്, ഡയറ്റ് എന്ന് പറയുന്ന ഒരു ടേം അല്ലെ. Next one is what is the importance of dietary management? Dietary management importance എന്തൊക്കെയാണ്? A healthy lifestyle can be obtained by sustaining a balanced diet and keeping in consideration to meet all the essential nutrients needed by the body. അതായത് നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ബാലൻസ് ഡയറ്റ് ഉണ്ട് അല്ലെ. ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുക ആൻഡ് നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എസെൻഷ്യൽ ന്യൂട്രീഷ്യൻസിനെ പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് എന്താണ് ഫോളോ ചെയ്യാൻ പറ്റും, ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. And a proper meal plan helps to achieve ideal body weight and lower the risk of chronic disease like diabetes, cardiovascular and other types of cancer. നമുക്ക് ആ രീതിയിൽ പറയുന്ന ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഡയബറ്റിക്കോ അല്ലെങ്കിൽ കാർഡിയാക് ഡിസീസ് അതർ ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സിനെ എല്ലാം നമുക്ക് എന്താണ് തടയാൻ പറ്റും അല്ലെ. മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന എല്ലാ അസുഖങ്ങളെയും. നമുക്ക് നമ്മൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം എന്താണ് മാക്സിമം ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അതെന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആസ് എ ടീച്ചർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം, പക്ഷെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ഒരു പോർഷൻ കൂടിയാണ് ഹെൽത്ത്. നമ്മുടെ ഹെൽത്ത് അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം എന്നാണ് ഞാൻ പറയാറ്. നമ്മുടെ മാത്രമല്ല നമ്മുടെ മക്കളുടെയും ഹെൽത്ത് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ഈ കാണുന്ന ജങ്ക് ഫുഡ് ആണെങ്കിലും ഒന്നും കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ആരും മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടാനില്ല കേട്ടോ. അത് ആലോചിക്കുക, ജസ്റ്റ് ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ പറയുന്നതിൽ ഒരു തരത്തിലുള്ള ഗുണങ്ങളോ
പ്രോട്ടീൻസോ ന്യൂട്രീഷ്യൻസോ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ ടങ്ങിന് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കഴിക്കുന്ന കുറച്ച് ഫുഡ്സ് ആണ് ഈ പറയുന്ന ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. ക്രേവിങ്സിന് വേണ്ടി കഴിക്കുന്ന ജസ്റ്റ് ഫുഡാണ്. അത് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് വളരെയധികം ഉണ്ട്. ഓക്കെ, ഇപ്പൊ പുറത്ത് കാണുന്ന എല്ലാ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ പോലും അല്ലെ, ജങ്ക് ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ് ആണെങ്കിലും ഡ്രിങ്ക്സ് ആണെങ്കിലും എല്ലാവരും എല്ലാ സാധനങ്ങളും ബേക്കറിയിലുള്ള എല്ലാ സാധനങ്ങളും കെമിക്കൽസ് ആണ്. അതാദ്യം മനസ്സിലാക്കുക. എല്ലാം കെമിക്കൽസ് ആണ്. അതുകൊണ്ട് നമുക്ക് കഴിച്ചത് കൊണ്ട് ഒരു തരത്തിലുള്ള ഗുണങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് ടേസ്റ്റ് എന്ന് പറയുന്നത് മൗത്തിലുള്ള ഒരു പ്രോസസ് ആണ്. ഈ ടേസ്റ്റ് മൗത്തിൽ മാത്രമേ ഉള്ളൂ. അത് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള ടേസ്റ്റും വരുന്നില്ല. പിന്നെ വരുന്നത് ബോഡിക്കുള്ള ബുദ്ധിമുട്ടുകളാണ്. അത് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. നമ്മുടെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവർ എന്തെല്ലാം പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആരും അറിയുന്നില്ലല്ലോ, അല്ലേ? ആലോചിച്ച് നോക്കി, അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ആ ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഓർഗൻസ് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ പറയുകയാണെങ്കിൽ ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഹാർംഫുൾ ആണ് കേട്ടോ. അതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡ്രിങ്ക്സ് ആണെങ്കിലും ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് കളേർഡ് ആയ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അല്ലെ, കളേർഡ് ഡ്രിങ്ക്സ് ഉണ്ട്. പർട്ടിക്കുലറി പറയുന്നില്ല. കളേർഡ് ഡ്രിങ്ക്സ് നമ്മുടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആ കളറാണോ പോകുന്നത്? ആണോ? ആ കളറാണോ പോകുന്നത്? യൂറിൻ ആ കളറായിരിക്കോ? ഒരിക്കലും അല്ല. ബ്ലാക്ക് ആണോ? ഓറഞ്ച് ആവാറുണ്ടോ? ഒരിക്കലും ഇല്ല. പ്യൂർ ആണ്. പ്യൂർ വൈറ്റില് മാത്രമാണ് നമ്മുടെ യൂറിൻ പോവുക. അപ്പൊ കളർ എവിടെ പോയി? ചിന്തിക്കൂ, കളർ എവിടെ പോയി? ആ ഒരു പ്രോസസ്സിങ്ങില് കളർ ആര് വലിച്ചെടുത്തു? നമ്മുടെ ലിവർ വലിച്ചെടുത്തു. മനസ്സിലായോ? അപ്പൊ ആർക്കാണ് കേടുവരാൻ? ലിവറിനാണ് കേടുവരാൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ പറയുന്ന എല്ലാ കെമിക്കൽസും മാറ്റിയതിനു ശേഷമാണ് അത് പുറത്തോട്ട് പോവാ. ഓക്കെ, അതിപ്പോ ഏത് രീതിയിലാണെങ്കിലും രീതിയിലാണെങ്കിലും പോകുന്നത് കെമിക്കൽസ് എല്ലാരും അബ്സോർബ് ചെയ്തതിനു ശേഷം മാത്രമാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ വായിൽ മാത്രം ടേസ്റ്റ് വരുന്നുള്ളൂ. ബാക്കി അങ്ങോട്ട് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിലൊരു ടേസ്റ്റും കാണുന്നില്ല. ടേസ്റ്റ് മാത്രമല്ല, ബോഡിയിൽ ചെല്ലുമ്പോൾ അവർക്ക് അതിലെ ന്യൂട്രീഷ്യൻസ് ഇതൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഇതൊന്നുമില്ല, അല്ലേ? ഇത് ചുമ്മാ ആലോചിച്ച് നോക്കി. ജീവനുള്ള ഒരു ജസ്റ്റ് തിങ്സ് ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അവരെ ചെക്ക് ചെയ്യുമ്പോൾ അതിന് ന്യൂട്രീഷ്യൻസ് ഒന്നും ഇല്ല. വെറുതെ എന്തോ ഒരു ഫുഡ് വന്നു, അത് ജസ്റ്റ് ഡൈജസ്റ്റ് ചെയ്യിക്കുന്നു, അതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നു. കളേഴ്സ് ആണെങ്കിൽ എന്ത് ഹാർംഫുൾ കെമിക്കൽസ് ആണെങ്കിൽ അത് അബ്സോർബ് ചെയ്തതിനു ശേഷമാണ് പുറത്തോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എത്രത്തോളം അത് ഡേഞ്ചർ ആണെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആ കോഴ്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. ശരിയാണ്, ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പഠിക്കുകയാണ്, അല്ലെ? എല്ലാവരും അറിയാം. പക്ഷെ നിങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ? ഒരിക്കലും അല്ല, അല്ലെ? സോ മാക്സിമം ഇന്ന് മുതൽ മാക്സിമം കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആവാം. ഓക്കെ, അതുകൊണ്ട് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാം. നമുക്ക് ഒരു ദിവസം വേണ്ട കാലറീസ് എത്രയാണ്, നമുക്ക് വേണ്ട ഫൈബേഴ്സ് എത്രയാണ്, വൈറ്റമിൻസ് എത്രയാണ്, മിനറൽസ് എത്രയാണ്, എത്രത്തോളം വെള്ളം ആവശ്യമുണ്ട്, എത്രത്തോളം വെള്ളം കുടിക്കണം, ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. സോ അതൊക്കെ ഫോളോ ചെയ്യാം. അപ്പൊ ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു അസുഖങ്ങൾ വരാൻ ചാൻസ് വളരെയധികം കുറവാണ്. അത് നല്ല രീതിയിൽ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്ത് നിൽക്കും, അല്ലെ? ആന്റിബയോട്ടിക് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ എന്താണ് പറയുന്ന PDF കാണുന്നില്ല. കാണുന്നില്ലേ? ഇല്ല മാം. സ്ക്രീൻ കാണുന്നില്ല ആരും? ഇല്ല, സ്ക്രീൻ PDF കാണുന്നില്ല. ബ്ലാക്ക് ആണ്. എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഹരിതയ്ക്ക് മാത്രമാണ് അങ്ങനെ ഇഷ്യൂ. ബാക്കി എല്ലാവരും കാണുന്നുണ്ടോ? കാണുന്നുണ്ട് കേട്ടോ ഹരിത. ബാക്കി എല്ലാവരും കാണുന്നുണ്ടേ? എനിക്ക് കാണുന്നില്ല മാം. ഇല്ല. ഒന്നുകൂടെ ലെഫ്റ്റ് ചെയ്തതിനു ശേഷം ജോയിൻ ചെയ്യാവോ? ആരൊക്കെ കാണുന്നില്ല? അത് നെറ്റ് ഇഷ്യൂ ആയിരിക്കും. എനിക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടാവുമ്പോ അങ്ങനെ കാണാതിരിക്കും. അപ്പൊ ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്, അല്ലെ? നമുക്ക് ഓരോ ഡയറ്റ് എങ്ങനെയൊക്കെയാണ് ഡയറ്റ്സ് എന്ന് നോക്കാം. കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്സ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കാർഡിയാക്
that. Cardiac diet mostly ആർക്കായിരിക്കും പ്രൊവൈഡ് ചെയ്യുക? അറിയില്ല. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള പേഷ്യൻസിന് നമ്മൾ ചാർട്ട് ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് കാർഡിയക് ഡയറ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഡിസീസ് ആണ് അല്ലെ. സോ അവർ ചെയ്യേണ്ട എന്തൊക്കെയാണ്? കാർഡിയക് ഡയറ്റിൽ എന്തൊക്കെയാണ് നിങ്ങളോട് ചെയ്തിരിക്കുന്നത്? അവര് ഉൾപ്പെടുത്തുന്ന എന്തൊക്കെ ഫുഡ്സ് ആണ്? ഫ്രൂട്ട്സ്, കൊളസ്ട്രോൾ ഫുഡ് ആണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാക്സിമം കഴിക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ് ഒരുപാട് എന്താണ് വെജീസ് ആണ്. അതുപോലെ ഗ്രെയിൻസ്, ഹോൾ ഗ്രെയിൻസ് കഴിക്കുക, പ്രോട്ടീൻസ് കഴിക്കുക. ഓക്കെ, ഒരുപാടല്ല, ഹെവി പ്രോട്ടീൻസ് അല്ല, കുറച്ച് ലീൻ പ്രോട്ടീൻസ് കഴിക്കുക, ലീഫ് വെജിറ്റബിൾസ്, ഹെൽത്തി ഫാറ്റ്സ്, ഇതെല്ലാം എന്താണ് നമുക്ക് പറയുന്ന കാർഡിയാക് ഡയറ്റിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഫുഡ്സ് ആണ്. അതുപോലെ തന്നെ അവർ കൺട്രോൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ട്രാൻസ് ഫാറ്റ്സ്, പിന്നെ കൊളസ്ട്രോൾ, ഷുഗർ. മ്യൂട്ട് ചെയ്യാട്ടോ, പ്ലീസ് മ്യൂട്ട് യുവർസെൽഫ്. Anyone unmute and no? Sorry, ഞാൻ ഓൺമ്യൂട്ട് കൊടുത്തു കേട്ടോ. ഓക്കെ, നിങ്ങൾ ഒന്നിനെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിന് ഓൺമ്യൂട്ട് കൊടുത്ത് ക്ലാസ് ഡിസ്റ്റർബൻസ് വരുന്നതുകൊണ്ടാണ്, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് വരുന്നതുകൊണ്ടാണ് കേട്ടോ. സോ കാർഡിയക് ഡയറ്റിൽ ഫോളോ ചെയ്യുന്ന എന്തൊക്കെയാണ് പറയുന്ന? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീൻ പ്രോട്ടീൻസ് ആൻഡ് ഹെൽത്തി ഫാറ്റ്സ്, പിന്നെ എന്താണ് ഹോൾ ഗ്രെയിൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ അവോയ്ഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ട്രാൻസ് ഫാറ്റ്, കൊളസ്ട്രോൾ, ഷുഗർ, ഇതെല്ലാം മാക്സിമം എന്താണ് കൺട്രോൾ ചെയ്യാൻ നോക്കുക, മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഇതൊക്കെയാണ് ഈ പറയുന്ന കാർഡിയാക് ഡയറ്റിൽ ഫോളോ ചെയ്യുന്നത്. ഇപ്പോ റെഡ് മീറ്റ്, ഓക്കെ, റെഡ് മീറ്റ്, ബട്ടർ, ഇപ്പോ പറയുന്ന ട്രാൻസ് ഫാറ്റിൽ പെടുന്നതാണ് ബ്രെഡ്, മീറ്റ്, ബട്ടർ, പിന്നെ ഫുൾ ഫാറ്റ് ഡയറി പ്രൊഡക്ട്സ്. അതുപോലെ തന്നെ പാക്കേജ്ഡ് ഫുഡ്സ്, പിന്നെ ഫ്രൈഡ് ഫുഡ്സ്, ഇതെല്ലാം ഈ പറയുന്ന ട്രാൻസ് ഫാറ്റിൽ വരുന്നതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുക. ആൻഡ് സോഡിയം മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ പ്രോസസ്ഡ് ഫുഡ്സിലൊക്കെ എന്താണ് ഉപ്പാണ് അല്ലെ, കുറച്ച് നമുക്ക് പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഉപ്പ് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ മാക്സിമം ആ സോഡിയം എന്താണ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഏകദേശം ഒരു 2 gram 2 grams മാത്രമാണ് അവര് ഇൻടേക്ക് ചെയ്യേണ്ടതുള്ളൂ. സോഡിയത്തിന്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് 2 grams മാത്രമാണ്. സോ കാർഡിയാക് അസുഖങ്ങളുള്ള പേഷ്യൻസ് 2 grams മാത്രമാണ് സോൾട്ട് ഇൻടേക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ദെൻ അവോയ്ഡ് ഹൈ കൊളസ്ട്രോൾ ഫുഡ്സ് ലൈക്ക് ഇപ്പൊ ഓർഗൻസ്, മീറ്റ്, പിന്നെ പറയുന്ന അത് ഇപ്പൊ കൊളസ്ട്രോൾ വരാൻ കാരണമായ പലതരത്തിലുള്ള ജങ്ക് ഫുഡ്സ് ആണെങ്കിലും ഇപ്പോ മീറ്റ്സ് ആണെങ്കിലും എല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഷുഗർ ലിമിറ്റ്സ്, ഇപ്പോൾ നമ്മുടെ പറയുന്ന ഷുഗർ അല്ലെ ബാറ്ററി ഫുഡ്സ്, ഷുഗറി ഫുഡ്സ് അല്ലെങ്കിൽ സ്വീറ്റ്സ്, ഇത് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ഇത് മാക്സിമം കൺട്രോൾ ചെയ്യേണ്ടതാണ്. പിന്നെ ആൽക്കഹോൾ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ് ആൽക്കഹോൾ. കൺട്രോൾ യുവർസെൽഫ് ഇൻ മോഡറേഷൻ. സോ ആൽക്കഹോൾ മാക്സിമം കൺട്രോൾ ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയാണ് കാർഡിയാക് ഡയറ്റിൽ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ്. കഴിക്കേണ്ട ഫുഡ് എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഹോൾ ഗ്രെയിൻസ്, ലീൻ പ്രോട്ടീൻസ് ഒക്കെയാണ് കഴിക്കേണ്ടത്. പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റും, ബോയിൽ ചെയ്യാം, റോസ്റ്റ് ചെയ്യാം, സ്റ്റീം ചെയ്യാം, മൈക്രോവേവ് ഫ്രൈയും ചെയ്യാം. മൈക്രോവേവ് ഫ്രൈ ചെയ്യാവുന്നത് നമുക്ക് ഓയിൽ ഫ്രീ ഫ്രൈയിങ് ആണ്. സോ കുറച്ചുകൂടെ സേഫ് ആണ്. അതുപോലെ റോസ്റ്റ് ചെയ്യാണെങ്കിൽ കുറച്ചുകൂടെ അതും നമ്മുടെ ഹെൽത്തി വൈസ് ആണ് റോസ്റ്റ് ചെയ്യാം. ഒരുപാട് ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റും. ബോയിൽ ചെയ്യാം, ഹെൽത്തി വേയിലാണ് ബോയിൽ ചെയ്യാം, ബേക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പറയുന്ന കുക്കിംഗ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോർഷൻ കൺട്രോൾ ചെയ്യുക. മാക്സിമം നമ്മള് ഇപ്പോ ഹൈ കാലറീസ് ഫുഡ് ആണെങ്കിൽ കുറച്ച് മാക്സിമം കുറച്ച് കഴിക്കാൻ നോക്കുക. ഒരുപാട് കഴിക്കാതെ പോർഷൻസ് കൺട്രോൾ ചെയ്ത് കഴിക്കാൻ നോക്കാം. ആൻഡ് ഇനി എപ്പോഴും ഒരേ തരത്തിലുള്ള ഫുഡ് തന്നെ ഫോളോ ചെയ്യാതെ കുറച്ച് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് നമുക്ക് ഡെയിലി ഓരോ ദിവസവും ഓരോ ടൈപ്പ് ഓഫ് ഫുഡ്സ് നമുക്ക് കഴിക്കാൻ നോക്കാം. അപ്പൊ നമുക്കറിയാം അവർ മടുപ്പ് വരില്ല. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് കാർഡിയാക് ഡയറ്റിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. Then renal diet means ഇപ്പൊ ഈ പറയുന്ന നേരത്തെ കാർഡിയാക് ഹാർട്ട് ഡിസീസ് പേഷ്യൻസ് ആണ്. റെനൽ എന്താണ്? അപ്പോ
renal means kidney disease. Yeah, kidney disease patients follow ചെയ്യേണ്ട ഒരു ഡയറ്റ് ആണ് അവരുടെ ഡയറ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റില് ഡയറ്റ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. DICT അല്ല, ഇറ്റ്സ് ET. Some typing mistake ആയിരിക്കും. Okay, so please ignore it or correct it. Okay, അപ്പോ കിഡ്നി ഡിസീസ് പേഷ്യൻസ് ആണ് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ആണ് renal diet എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ കുറച്ചുകൂടെ എന്താണ് കഴിക്കേണ്ടത്, കഴിക്കാൻ പാടില്ലാത്ത ഫുഡ്സ് എന്ന് പറയുന്നത് മാക്സിമം കൺട്രോൾ ചെയ്യേണ്ടത് പറയുന്ന സോഡിയം മാക്സിമം അവോയ്ഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ എന്താണ് ആ ഒരു പറയുന്ന കിഡ്നിയില് പ്രഷർ കൺട്രോൾ, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ റെഡ്യൂസ് ഫ്ലൂയിഡിന്റെ ബിൽഡപ്പ് റെഡ്യൂസ് ചെയ്യാനും പറയുന്ന സോഡിയം കുറയ്ക്കാം. ഇഞ്ചിക്ക് കുറച്ചാൽ തന്നെ ഇതെല്ലാം കൺട്രോൾഡ് ആവുക. പിന്നെ എന്താണ് ഇപ്പൊ സോഡിയം മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ എന്താണ് കഴിക്കേണ്ടത്, നമ്മൾ നോർമലി കഴിക്കുന്ന എല്ലാ ഹെൽത്തി ഫുഡ്സും കഴിക്കാവുന്നതാണ്. പക്ഷെ ഒരുപാട് ഇത് കഴിക്കരുന്നുണ്ട്. കൺട്രോൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? സോഡിയം കൺട്രോൾ ചെയ്യേണ്ടതാണ്, then ഒരുപാട് പ്രോട്ടീൻസ് കൺട്രോൾ ചെയ്യണം, then പൊട്ടാസ്യം കൺട്രോൾ ചെയ്യുക, ഫോസ്ഫറസ് കൺട്രോൾ ചെയ്യുക. അപ്പോ ഇതെല്ലാനും എന്താണ് ടു ഹെൽപ്പ് ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ പറയുന്ന കിഡ്നി ഡാമേജ് ഇല്ലാതാക്കാനും സഹായിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്യുക. സോഡിയം ആണെങ്കിലും ഒരുപാട് പ്രോട്ടീൻസ് ആണെങ്കിലും ഫോസ്ഫറസ് ആണെങ്കിലും പൊട്ടാസ്യം, ഇതെല്ലാനും മാക്സിമം കൺട്രോൾ ചെയ്യുക. സോ ഇതെല്ലാനും കിഡ്നിയെ പെട്ടെന്ന് ഡാമേജ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ പറയുന്ന എല്ലാ കെമിക്കൽസും അബ്സോർബ് ചെയ്യേണ്ടതും lean proteins, skinless chicken, apples, berries, pineapples, ആണ്. അതൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം എന്താണ് ചെയ്യേണ്ടത്? renal ഡയറ്റിനെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ renal ഡിസീസ് ഉള്ള പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ആണ് കേട്ടോ. ഓക്കെ, then low sodium protein. ഇപ്പൊ റെനലിൽ തന്നെ കഴിക്കേണ്ട ഫുഡ്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കാം, പ്രോട്ടീൻസ് ഒരുപാട് വലിയ പ്രോട്ടീൻസ് ഒക്കെ മിനിമം പ്രോട്ടീൻസ് നമുക്ക് ഇൻടേക്ക് ചെയ്യാവുന്ന ഗ്രെയിൻസ് കഴിയുന്ന ഒരുപാട് ധാന്യങ്ങൾ നമുക്ക് ഗ്രീൻ ലീഫ് ഫുഡ്സ് അല്ലെ, ബ്രൗൺ റൈസ്, പാസ്ത എന്നൊക്കെ പറയുന്ന ഗ്രീൻ ധാന്യങ്ങൾ അടങ്ങിയായിരിക്കും. തവിട് കൂടിയതാണ് നമ്മൾ പറയുന്ന ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് പറയുന്ന കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് കഴിക്കാവുന്ന ഫുഡ്സ് ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ്സ് മീൻസ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സർജറി കഴിഞ്ഞിരിക്കുന്ന പേഷ്യൻസോ അല്ലെങ്കിൽ അവർക്ക് കഴിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വിഴുങ്ങാനോ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും പേഷ്യൻസ് ഉണ്ടാവില്ല. സോ അവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിനോ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് ഈ സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. സോ അവർക്ക് അധികം കഴിക്കാനോ പെട്ടെന്ന് ലോ സോറി പറയാട്ടോ, അറിയാവേ ഇത് പെട്ടെന്ന് ഇതിലേക്ക് പോയതാണ്, സോറി കേട്ടോ. അപ്പോ സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് പറയുന്ന ഒരുപാട് ചവയ്ക്കാനും വിഴുങ്ങാനും അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞ പേഷ്യൻസോ അല്ലെങ്കിൽ ഇപ്പോ ഏതെങ്കിലും ഡൈജസ്റ്റീവ് ദഹിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഡയറ്റ് ആണ് ഈ സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് അധികം ഇപ്പൊ ചവയ്ക്കാൻ അധികം അത്രയും ബുദ്ധിമുട്ട് ഉള്ള ഫുഡ്സ് ഒന്നായിരിക്കില്ല അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനത്തെ ചില സോഫ്റ്റ് ആയ കുറച്ച് കുക്ക്ഡ് ചിക്കൻസോ അല്ലെങ്കിൽ പറയുന്ന ഫിഷോ എഗ്സോ ഒക്കെ നമുക്ക് പ്രോട്ടീനിൽ പെടുത്താവുന്നതാണ്. സോ സോഫ്റ്റ് ആയിട്ടുള്ള ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിക്കേണ്ട ഫുഡ് ഒരിക്കലും ആകരുത്. ആ ഒരു കൈൻഡ് ഓഫ് ഫുഡ്സ് ആണ് ഈ പറയുന്ന സോഫ്റ്റ് ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതുപോലെ ഗ്രീൻസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഡയറി പ്രൊഡക്ട്സ് ആണെങ്കിലും ഡെസേർട്സ് ആണെങ്കിലും കഴിക്കാൻ പറ്റും. പക്ഷെ പറയുന്ന പോലെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള നമുക്ക് കഴിക്കാനും അല്ലെങ്കിൽ ഒരുപാട് ദഹിക്കാനും ടൈം എടുക്കുന്ന ഫുഡ്സ് ഒന്നും അവർക്ക് കൊടുക്കാത്തതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പൊ ആ ഒരു തരത്തിലുള്ള ഡയറ്റ് ആണ് ഈ പറയുന്ന സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ലോ സോഡിയം ഡയറ്റ്. ഈ പറയുന്ന ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഈ പറയുന്ന സോഡിയത്തിന്റെ അളവ് കുറക്കുക, ഉപ്പിന്റെ അളവ് കുറക്കുക എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെ. ആ ഡയറ്റിൽ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉപ്പിന്റെ അളവ് കുറയ്ക്കാൻ. മാക്സിമം ഈ പേഷ്യൻസിന് വേണ്ടത് ഒരിക്കലും 2300 per gram ഡേ എന്താണ് മില്ലിഗ്രാം ആണ്. 2300 milligram per day. ഒരിക്കലും അതിൽ കൂടുതൽ സോഡിയം അളവ് വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ മാക്സിമം ആ ഒരു സോഡിയം കൺട്രോൾ ചെയ്യുക. സോ അവർ കഴിക്കേണ്ടത് പറയുന്ന ഫ്രഷ് ആൻഡ് ഫ്രോസൺ
പ്രൊഡക്ട്സ് ഇപ്പോ പറയുന്ന വെജിറ്റബിൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രഷ് ഓർ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും കഴിക്കാം. അതിന് അംശം വളരെയധികം കുറവാണ്. അതുപോലെ ലീൻ പ്രോട്ടീൻസ് പറയുന്ന ലീൻ പ്രോട്ടീൻസിൽ പെടുന്നതാണ് ചിക്കൻസ്. ആ ഒരു ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കൈൻഡ്സ് ഓഫ് ഫുഡ്സ് നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ ഓൾ ഗ്രെയിൻസ് അതിലും ഈ പറയുന്ന സോഡിയത്തിന്റെ അളവ് വളരെ കുറവാണ്. ഡയറി പ്രൊഡക്ട്സ് ആയിക്കോട്ടെ നട്ട്സ് സീഡ്സ് ആൻഡ് ഹെൽത്തി ഫാറ്റ്സ് ഇതിലൊന്നും ഈ പറയുന്ന സോഡിയം ഇല്ല അല്ലെ, സോഡിയം വളരെ കുറവാണ്. സോ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഫുഡ്സ് നമുക്ക് ഈ പറയുന്ന ലോ സോഡിയം ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ്സ് ഏതൊക്കെയാണ്? ഇപ്പം ജങ്ക് ഫുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്യണം കേട്ടോ, മാക്സിമം അവോയ്ഡ് ചെയ്തേ പറ്റും. ഹൈലി പ്രോസസ്ഡ് ഫുഡ്സിലാണെങ്കിലും എല്ലാത്തിലും പ്രോസസ്ഡ് മീൻസ് ഫുഡ്സിലും ജങ്ക് ഫുഡ്സിലും എല്ലാത്തിലും മാക്സിമം ഒരുപാട് സോഡിയം കൂടുതലാണ് അല്ലെ. സോ അതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഇത്രയുമാണ് ഇന്ന് എടുക്കാൻ പറ്റിയത് കേട്ടോ. സോ ഒന്നുകൂടെ നമുക്ക് ഇപ്പൊ ഈ പറയുന്ന ഡയറ്റ് ഒന്നുകൂടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. സോ ഇതുവരെ എടുത്ത ഒരു പേജ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. സോ ഇതുവരെ എടുത്ത പോർഷൻസ് എല്ലാം ക്ലിയർ ആണില്ല. കുറച്ചുകൂടെ ഈ ഡയറ്റ് നമുക്ക് കുറച്ചുകൂടെ ഞാൻ ക്ലിയർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ടൈം ഉണ്ടായില്ല, കുറച്ച് നെറ്റ് ഇഷ്യൂസ് വന്നുകൊണ്ട് അത്രയും ടൈം പോയി. സോ അത്രയാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഒരു 1 പേജിനെ ബേസ് ചെയ്ത് നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, മാക്സിമം അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. ആർക്കെങ്കിലും ഇപ്പോ സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ ആ നെറ്റ് ഇഷ്യൂസ് ആയിരിക്കും, ഒന്ന് റേഞ്ച് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അല്ലാതെ വേറെ ആർക്കും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും നമ്മളിവിടെ സ്ക്രീൻ ഷെയർ ചെയ്താണ് കേട്ടോ, ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.